പാലക്കാട് കൊല്ലങ്കോട് ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ വാഴപ്പുഴയിൽ കമ്പിവേലിയിൽ പുലി കുടുങ്ങി. വാഴപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ പറമ്പിലാണ് സംഭവം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നു. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഇത് എപ്പോഴാണ് സംഭവം? രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അതോ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇപ്പോൾ ഈ പുലിയെ രക്ഷപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. ഇപ്പോൾ ആ പുലിയുടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കമ്പിവേലിയിൽ കുടുങ്ങിയ നിലയിലാണ്. ഏകദേശം 4 വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺപുലിയാണ്. ഇന്ന് പുലർച്ചെയാണ് ഇങ്ങനെ കമ്പിവേലിയിൽ കുടുങ്ങിയ നിലയിൽ പുലിയെ കണ്ടത്. ഈ സ്ഥലം പറയുകയാണെങ്കിൽ പാലക്കാട് കൊല്ലങ്കോടിനടുത്തുള്ള വാഴപ്പുഴയിലാണ് ഇങ്ങനെ കമ്പിവേലിയിൽ കുടുങ്ങി ഈ പുലിയെ കണ്ടത്. വാഴപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ പറമ്പിലാണ് ഈ സംഭവം. ഏകദേശം പുലർച്ചെയാണ്, രാവിലെയാണ് ഇങ്ങനെ ഒരു പുലിയെ കണ്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചേട്ടാ, ഈ സ്ഥലം ഇങ്ങനെ പുലികൾ ഇടയ്ക്കൊക്കെ ഉണ്ടാകാറുള്ള സ്ഥലമാണോ, ഇറങ്ങാറുള്ള സ്ഥലമാണോ? സ്ഥിരമായിട്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന മരുതി ചേകോൽ എന്ന് പറയുന്ന സ്ഥലത്ത് പുലി വന്നിരുന്നു. അത് ഏകദേശം അന്ന് ക്യാമറ വെക്കലും മറ്റും ഇതൊക്കെ ആയിട്ട് 1 മാസം കഴിഞ്ഞ് 1 മാസം വരെ അതിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 5 മാസം മുമ്പ് ഇതിന്റെ തൊട്ടപ്പുറത്ത് കൊശവൻകൂട് പറയുന്ന സ്ഥലത്ത് വൈകുന്നേരം 7 മണിയാകുമ്പോൾ യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ കണ്ട് നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടിയിരുന്നു. ഇപ്പം ഇത് കാലത്ത് 7 മണിക്കാണ് നമ്മളെ വിളിച്ച് പറയുന്നത്. ഞാൻ ഇതിൻ്റെ തൊട്ടടുത്ത കർഷകനാണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് ഏകദേശം എത്ര ദൂരം അകലെയാണ് കാട്ടുള്ളത് എന്ന് വെച്ചാൽ ഇതെല്ലാം പ്രൈവറ്റ് ലാൻഡാണ്. ഫോറസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത് ഇവിടുന്ന് കാണുന്ന ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറം. ഇടയ്ക്ക് ഇവിടെ പുലി ഇറങ്ങാറുള്ള സ്ഥലമാണ് അല്ലേ? ഇടയിൽ 2 വർഷത്തിന് ശേഷം സ്ഥിരം സാന്നിധ്യമുണ്ട് പുലിയുടെ. മേഖല ഇങ്ങനെ പുലി ഇടയ്ക്ക് ഇറങ്ങാറുള്ള ഒരു സ്ഥലമാണ്. ഏതായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. മയക്കുവെടി വെച്ചടക്കം പുലിയെ രക്ഷിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നടപടികൾ ഏതായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. സാറേ, ഇത് എങ്ങനെ പുലിയെ ഇവിടുന്ന് റെസ്ക്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ കാര്യങ്ങളായോ? കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഫോറസ്റ്റിൻ്റെ വെസ്റ്റേൺ സർജൻ വരണം. അദ്ദേഹമാണ് മയക്കുവെടി വയ്ക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തെ വിളിക്കാനായിട്ട് അദ്ദേഹം അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് ധോണിയിൽ നിന്ന് പാലക്കാട്. പിന്നെ പാലക്കാട് RRT ടീം കൂടും മറ്റ് സംവിധാനങ്ങളായിട്ട് അവരും അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരെത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ മയക്കുവെടി വെച്ച് ഇവിടുന്ന് നീക്കം ചെയ്തിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും. ഏകദേശം RRT സംഘം വന്നതിന് ശേഷമാണ് ഇതിനെ മാറ്റുന്ന അടക്കമുള്ള കാര്യം. സംഘം 1 മണിക്കൂറിനുള്ളിൽ എത്തുന്നതാണ് ഇപ്പോൾ നമുക്ക് വിവരം കിട്ടിയിട്ടുള്ളത്. അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് അവർ. വാഹനവും കൂടും മറ്റ് സംവിധാനങ്ങളൊക്കെ വേണം. പിന്നെ നമുക്ക് ഇവിടെ അതിനുള്ള സംവിധാനങ്ങൾ കുറവാണ്. അപ്പോൾ എന്തായാലും അവർ പെട്ടെന്ന് വരും. പിന്നെ വെറ്റിനറി ഡോക്ടർ അവിടുന്ന് അദ്ദേഹവും പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നമ്മൾ മയക്കുവെടി വയ്ക്കുന്നതിനുള്ള സംവിധാനം ചെയ്യും. പുലി അത്യാവശ്യം വലിപ്പമുള്ള പുലിയാണ്. അപ്പോൾ അതുകൊണ്ട് മയക്കുവെടി വെച്ചിട്ട് അതിനെ നമ്മൾ അത്യാവശ്യം വേണ്ട പ്രാഥമിക ചികിത്സ നൽകിയിട്ട് ഇവിടുന്ന് നേരെ ധോണിയിലേക്ക് കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് ആലോചിച്ച് തീരുമാനിക്കും. ഇപ്പോൾ പുലിക്ക് ആരോഗ്യമുണ്ടോ? എങ്ങനെയാണ് പുലിയുടെ ഒരു? പുലി നല്ല ആരോഗ്യവാനാണ് കണ്ടിട്ട്. കൂടുതൽ കാര്യങ്ങളൊക്കെ ഡോക്ടർ വന്നതിന് ശേഷം പരിശോധിച്ചതിന് ശേഷം നമുക്ക് ക്ലിയർ ആവുള്ളൂ. ഏതായാലും മയക്കുവെടി വെക്കാതെ ഇവിടുന്ന് ഒരു മാറ്റം എന്തായാലും സാധ്യമാവില്ല അല്ലേ? ആവില്ല, മയക്കുവെടി വെക്കണം. ഇന്ന് ഏകദേശം പുലർച്ചെയാണോ ഈ സംഭവം ഉണ്ടായത്? ഏകദേശം പുലർച്ചെ രാവിലെയാണ് വിവരം കിട്ടിയത്. പുലർച്ചെയാണ് വിവരം കിട്ടിയത്. കിട്ടിയ സമയത്ത് തന്നെ നമ്മളിവിടെ എത്തുകയും അത്യാവശ്യം ആളുകളെ അതിൻ്റെ അടുത്തേക്ക് പോകാത്ത രീതിയിലുള്ള ഒരു കൺട്രോളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അധികം താമസിയാതെ തന്നെ നമ്മൾ ഈ നടപടികൾ ആരംഭിക്കും. മയക്കുവെടി വയ്ക്കാനാണ് ഇപ്പം നിലവിലെ തീരുമാനം. അപ്പോൾ അതിന് വെറ്റിനറി ഡോക്ടർ അവിടുന്ന് നമ്മുടെ ഫോറസ്റ്റ് വെറ്റിനറി ഡോക്ടർ വരുന്നുണ്ട്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹമായിട്ട് ആലോചിച്ചിട്ട് ഓഫീസേഴ്സൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. ഇപ്പം നിലവിൽ അപകടം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഇത് കേബിള് പെട്ടിരിക്കുകയാണ് വേലിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കയറൊക്കെ വെച്ച് കെട്ടി കുറച്ച് സേഫാക്കി ആളുകളെ അകറ്റി നിർത്തിയിട്ടുള്ളത്. അപകടകരമായ ഒരു സ്ഥിതിവിശേഷം നിലവിലില്ല. നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ സംവിധാനങ്ങളും ഓഫീഷ്യൽസും ഡോക്ടർമാർ എല്ലാവരും വരും. അത് കഴിഞ്ഞ് പുലിയുടെ ആരോഗ്യം, പുലിക്ക് നല്ല ആരോഗ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. അത് കുറച്ച് നേരം ഇങ്ങനെ കുടുക്കിപ്പെട്ടുകൊണ്ട് ടയർഡായിട്ട് കിടക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് ഒന്ന് ആക്റ്റീവ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ആളുകളെ ഇങ്ങോട്ട് അടുപ്പിക്കാതെ മാറ്റി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ആളുകളെ ഇവിടെ നിന്ന് മാറ്റി ഒരു സുരക്ഷിത അകലം പാലിച്ചുകൊണ്ട് മാറ്റുന്ന നടപടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറയുന്ന കുടുക്കിൽ പെട്ട് ഏകദേശം പുലിയുടെ നടുഭാഗത്താണ് ഈ കുടുക്കിൽ പെട്ട് കിടക്കുന്നത്. ഇപ്പോൾ ഫോറസ്റ്റ് വെറ്റിനറി സർജൻ അടക്കം എത്തി ഇനി പരിശോധന നടത്തണം. അതിനുശേഷം മയക്കുവെടി വെച്ച് പുലിയെ മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ. നാട്ടുകാരൊക്കെ തടിച്ചു കൂടിയിട്ടുണ്ട്. അവരെ എങ്ങനെയാണ് മാറ്റി നിർത്താൻ എന്ത് ഉപാധിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? അതായത് കയറ് കെട്ടി അകലത്തിൽ നിർത്തിയിരിക്കുകയാണോ ചെയ്യുന്നത്? ആവേശം മൂത്ത് ജനങ്ങളൊക്കെ
ഇങ്ങനെ അടുത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ കാണിക്കുന്നുണ്ടോ? ഇത് ആളുകളെ മാറ്റുന്നതിന് വേണ്ടി കയറ് കെട്ടി ഒരു സുരക്ഷിത അകലത്തിൽ കയറ് കെട്ടി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്, പോലീസ് അടക്കമുള്ളവർ വരുന്നുണ്ട്. RRT സംഘം പാലക്കാട്ട് നിന്ന് തിരിച്ചിട്ടുണ്ട്. അവരാണ് കൂടും അറ്റം സംവിധാനങ്ങളും ഒക്കെ ഏർപ്പാടാക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതുവരെ ആളുകൾ അടുത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ചേട്ടാ, ഈ ഒരു പ്രദേശത്ത് എങ്ങനെയാണ് ഇതിനു മുൻപ് പുലിയുടെ സാന്നിധ്യം? പല പ്രാവശ്യവും വന്നിട്ടുണ്ട് പുലി. ഇതിന്റെ അവിടെ നിന്ന് ജനവാസ മേഖലയിൽ തന്നെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, വിവരം പറഞ്ഞിട്ടുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അന്നും വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട്. ചെറിയ പുലിക്കുട്ടികൾ തന്നെ 3-4 നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ആ സമയം പുലിയുടെ ഒരു കാര്യത്തിൽ നിങ്ങൾക്കും ആശങ്കയുണ്ട് അല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. രാത്രി ആ സമയത്തൊക്കെ ബൈക്കിൽ പോകുന്ന സമയത്ത് പേടിയുണ്ട്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ജനങ്ങളുടെ ഒരു സാഹചര്യം. സ്വാഭാവികമായി അവർക്ക് ഭയമുണ്ട്. ഇപ്പോൾ ഒരു പുലി കുടുങ്ങിയ ഒരു സാഹചര്യമുണ്ട്, അതിന്റെ ഒരു ഭയമുണ്ട്. പക്ഷെ ഈ ഒരു വാക്കുകൾക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളുകൾ എത്തുന്നുണ്ട്. അപ്പോൾ അവരെ മാറ്റുന്നതിന് വേണ്ടി ഒരു സുരക്ഷിത അകലത്തിൽ വെച്ച് മാറ്റുന്നതിന് വേണ്ടി ഇങ്ങനെ കയറ് കെട്ടി തിരിച്ച് ഫോറസ്റ്റ് ഒരു അതിർത്തി ഒരുക്കിയിട്ടുണ്ട്. ആരും അങ്ങോട്ട് ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി വനം വകുപ്പ് കർശനമായി ഇവിടെ നിരീക്ഷിക്കുന്നുമുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട്. കാരണം കൂടുതൽ ആളുകൾ കൂടുകയാണെങ്കിൽ ആളുകളെ നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ ഉദ്യോഗസ്ഥരും എത്തി ഉടൻ തന്നെ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം പുലിയെ ഇവിടെ നിന്ന് നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് വനം അറിയിക്കുന്നത്. ശരി ഗോകുൽ, അങ്ങനെ പുലി കേബിളിൽ കുരുങ്ങി കിടക്കുകയാണ്. അടുത്തേക്കൊന്നും ജനങ്ങൾ പോവാതിരിക്കാൻ വേണ്ടി നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ജനങ്ങളെ ഒരു നിശ്ചിത അകലത്തിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. എങ്കിലും പരിസരവാസികൾ അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു ആവേശമൊക്കെ കാണിക്കുന്നുണ്ടെന്നാണ് ഗോകുൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി മയക്കുവെടി വെച്ച് മാത്രമായിരിക്കും അവിടുന്ന് പുലിയെ രക്ഷപ്പെടുത്താനാവുക.